പൈത്തണിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ലിസ്റ്റ്സ് റെപ്രസെൻറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് എല്ലാം കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതുപോലെയുള്ളൊരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി ഓഫ് എനി ഡാറ്റ ടൈപ്പ്. ഒരു ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റിന് ഏത് ഡാറ്റ ടൈപ്പും ആകാൻ പറ്റും. സ്ട്രിങ് ആവാം, ബൂളിയൻ ആവാം, ഫ്ലോട്ട് ആവാം, ഇൻറ്റീജർ ആവാം. ഏത് ഡാറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ലിസ്റ്റിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് അതർ ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ അകത്ത് മറ്റൊരു ലിസ്റ്റിനെ കൂടിയും സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ പറയാണ് ലിസ്റ്റ്സ് ആർ മ്യൂട്ടബിൾ, വിച്ച് മീൻസ് ദാറ്റ് ദേ ക്യാൻ ബി മോഡിഫൈഡ് ബൈ ആഡിങ്, റിമൂവിങ് ഓർ ചേഞ്ചിങ് എലമെൻറ്റ്സ്. ലിസ്റ്റ് മ്യൂട്ടബിൾ ആണെന്ന് പറയുന്നത്, അതായത് ലിസ്റ്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ നമുക്ക് ഒന്നെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. പിന്നെ പറഞ്ഞു ലിസ്റ്റ്സ് ആർ ഡിക്ലെയർഡ് യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. അതായത് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുക. ആ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സിനെ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ കൂടി കേട്ടിട്ട് പേടിക്കണ്ട, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ലിസ്റ്റിനൊരു പേര് കൊടുക്കുകയാണ്. ലിസ്റ്റ് 1. ലിസ്റ്റ് വെറും ലിസ്റ്റ് എന്ന് പേര് കൊടുക്കരുത്, കാരണം ലിസ്റ്റ് എന്ന് എഴുതിയപ്പം കണ്ട കളർ മാറിയത്. ഇതൊരു പൈത്തൺ കീവേഡാണ്. പൈത്തൺ കീവേഡ് എന്ന് പറഞ്ഞാൽ അത് റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഒരുപാട് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പൂൾ കണ്ട കളർ മാറി, str, ഇതൊക്കെ റിസർവ്ഡ് വേർഡ്സ്. ഇതിനൊക്കെ ഓൾറെഡി ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. പേര് കൊടുക്കുമ്പോൾ എപ്പോഴും റിസർവ്ഡ് വേർഡ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ലിസ്റ്റ് 1 = എന്നിട്ട് പറഞ്ഞു ഒരു ലിസ്റ്റ് തുടങ്ങണമെങ്കിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. സ്ക്വയർ ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യുന്നു, അതിനുള്ളിൽ നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. ആൻഡ് ദ എലമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യണം ഓരോ എലമെൻറ്റിന്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. 1, 2, 3, 4, 5. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് 1 ഉണ്ടോ, നമുക്കൊരു ലിസ്റ്റ് കിട്ടി. ഇതിപ്പോൾ എന്താണ്, ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സിനെ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ഇങ്ങനെയുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് ലിസ്റ്റിനുള്ളിൽ എലമെൻറ്റ്സ് ഏത് ഡാറ്റ ടൈപ്പിലുള്ളവരായാലും പറ്റുന്നു. എലമെൻറ്റ്സ് ക്യാൻ ബി ഓഫ് എനി ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അത് എന്താണെന്ന് പറയാം. ഓക്കെ, ഞാൻ അടുത്തൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലിസ്റ്റ് 2 = സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. എന്നിട്ട് അതിനുള്ള ആദ്യം ഞാൻ കുറച്ച് സ്ട്രിങ്സ് ആഡ് ചെയ്യാണ്. സ്ട്രിങ് ഡാറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ്. ഇത് മൂന്നും എന്താണ്, സ്ട്രിങ് ഡാറ്റ ടൈപ്പുള്ള എലമെൻറ്റ്സ് ആണ്. ഇനി ഞാൻ ഒരു ബൂളിയൻ ടൈപ്പ് ആഡ് ചെയ്യാണ്. ട്രൂ. ഒരു ഫ്ലോട്ട് ആയിക്കോട്ടെ, ഒരു സാധാ ഇൻറ്റീജറും. ഓക്കെ, ഈ ഒരു ലിസ്റ്റിനകത്ത് സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഇൻറ്റീജർ ഉണ്ട്. ഇങ്ങനെ നമുക്കൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. വർക്കാവുണ്ടോ? ഉണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് എലമെൻറ്റ്സ് ഏത് ഡാറ്റ ടൈപ്പിലുള്ളതും ആയാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ഇൻക്ലൂഡിങ് അതർ ലിസ്റ്റ്. അതായത് ഒരു ലിസ്റ്റിനകത്ത് വേറൊരു ലിസ്റ്റും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ശരിയാണോ നോക്കാം നമുക്ക്. ഇൻക്ലൂഡിങ് അതർ ലിസ്റ്റ്. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റ് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണം ഇങ്ങോട്ട്. എന്നിട്ട് അതിനകത്ത് വേറൊരു ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനിവിടെ കോമ ഇട്ടിട്ട് വേറൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. അപ്പോൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആദ്യം സ്ക്വയർ ബ്രാക്കറ്റ്സ് തുടങ്ങുന്നു. അതിനകത്ത് ഞാൻ എന്തെങ്കിലും റാൻഡം എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ എലമെൻറ്റ്സ് ഒക്കെ അതുപോലെ വന്നു. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റും ഒരൊറ്റ എലമെൻ്റ് ആയിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
ഈ അക്ഷയ് എന്നുള്ളത് ഒരു എലമെൻ്റാണ്, ടോം തോമസ് ഒന്നാണ്, ശ്രാവൺ ഒന്നാണ്, ട്രൂ ഒന്നാണ്, ഈ ഒരു ഫ്ലോട്ട് വാല്യൂ ഒരു എലമെൻ്റാണ്, 85 എന്നുള്ള ഇൻറ്റീജർ വാല്യൂ ഒരു എലമെൻ്റാണ്, പിന്നെ ഈ മൊത്തത്തിലുള്ള ലിസ്റ്റ് അതൊരു എലമെൻ്റാണ്. ഈ ലിസ്റ്റ് 2 എന്ന് പറഞ്ഞ ലിസ്റ്റിലെ എലമെൻ്റാണ് ഈ ചെറിയ ലിസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റിനകത്ത് വേറൊരു ലിസ്റ്റ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാം. എഴുതാം, നെസ്റ്റഡ് ലിസ്റ്റ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതി വെക്കാം. നെസ്റ്റഡ് ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ്. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റാണ് വിച്ച് കണ്ടെയ്ൻസ് other lists as its elements. അതായത് ഒരു ലിസ്റ്റിൻ്റെ എലമെൻറ്റ് മറ്റൊരു ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനത്തെ ലിസ്റ്റുകളെയാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഇതുവരെ നമ്മൾ ലിസ്റ്റിനകത്ത് ഡാറ്റ നമ്മൾ നേരിട്ട് ടൈപ്പ് ചെയ്തിരിക്കുക ചെയ്തു. എന്നാൽ നമുക്ക് ഒരു ലിസ്റ്റ് വാരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ടും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, അവിടെ എഴുതി വെക്കാം, ക്രിയേറ്റിംഗ് ലിസ്റ്റ് യൂസിങ് വാരിയബിൾസ്. അപ്പോൾ ആദ്യം നമുക്ക് വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പേരും അയാളുടെ വയസ്സും അയാളുടെ ഫോൺ നമ്പറും കളക്ട് ചെയ്തിട്ട് അതൊരു ലിസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യാനാണ്. ഒരാളെ കാണുന്നു, അയാളുടെ പേര് ചോദിക്കുന്നു, വയസ്സ് എത്രയും ചോദിക്കുന്നു, ഫോൺ നമ്പർ എത്രയും ചോദിക്കുന്നു. ഇത് മൂന്നും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നെയിം വാരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് എഴുതാണ് സാഡി സിങ്ക്. സാഡി സിങ്ക് ആരാന്ന് അറിയില്ലേ? സ്ട്രേഞ്ചർ തിങ്സിലെ മാഡ് മാക്സ്. അറിയാത്തവർക്ക് ഞാൻ കാണിച്ചിട്ട് ഒരു മിനിറ്റ്. ഇതാ അതാണ് സാഡി സിങ്ക്. ഓക്കെ, അടുത്ത വാരിയബിളാണ് ഏജ്. ഏജ് 21 ഇനി എനിക്ക് ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഫോൺ നമ്പർ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് റാൻഡായിട്ടൊരു നമ്പർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു മോഡ്യൂൾ ഉണ്ട് പൈത്തണിൽ, അതിൻ്റെ പേരാണ് റാൻഡം. അത് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പൈത്തണിൽ റാൻഡം മോഡ്യൂൾ യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഏതാണ് ഇമ്പോർട്ടിങ് റാൻഡം മോഡ്യൂൾ. അതെങ്ങനെ ചെയ്യാം? ഇമ്പോർട്ട് റാൻഡം എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഇനി എനിക്കൊരു റാൻഡം ഇൻറ്റീജർ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റാൻഡം ഡോട്ട് റാൻഡ് ഇൻറ്റ് അങ്ങനെ കൊടുത്താൽ മതി. അതായത് റാൻഡം മോഡ്യൂളിലെ റാൻഡ് ഇൻറ്റ് എന്ന് പറഞ്ഞതാ റാൻഡം ഇൻറ്റീജർ. എന്നിട്ട് ഇവിടെ ഉള്ളിൽ കൊടുക്കേണ്ടത് നമുക്ക് ഏതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആണ് വേണ്ടതെന്ന്. ഞാനിവിടെ പറയണത് 1നും 100നും ഇടയിലുള്ള. നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. 71 കിട്ടി. ഒന്നും കൂടി ചെയ്ത് നോക്കാം. 55, 27. അങ്ങനെ ഓരോ തവണയും ഓരോ റാൻഡം നമ്പർ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫോൺ നമ്പറായിട്ട് വേണ്ടത് എന്താണ്? ഒരു 10 അക്ക നമ്പറാണ് വേണ്ടത്. അത് തന്നെ ഞാൻ പറയാണ്, എനിക്ക് 9ൽ തുടങ്ങുന്ന ഒരു 10 അക്ക നമ്പർ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഞാൻ ഇമ്പോർട്ട് റാൻഡം എന്ന് പറഞ്ഞ് വെറുതെ ടൈപ്പ് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ആ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം മോഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന നമ്പറാണ്. റാൻഡം ഡോട്ട് റാൻഡിൻ്റെ. എന്നിട്ട് നമുക്ക് ഏതിൻ്റെ ഇടയിലുള്ള നമ്പറാണ് വേണ്ടത്? 9ൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, 10 അക്കം ആണെന്നും പറഞ്ഞു. 9ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 10 അക്കം എന്ന് പറയുമ്പോൾ ഇത് എത്ര? 2, 4, 6, 8, 9, 10. ഇതിനും 2, 4, 6, 8, 9, 10. ഓക്കെ, ഈ രണ്ട് നമ്പറുകൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പറാണ് നമുക്ക് റാൻഡായിട്ട് വേണ്ടത്, ഫോൺ നമ്പറായിട്ട്. ഓക്കെ, ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ എഴുതിയിട്ട് എനിക്ക് ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും 0, 9 ഒന്നും ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാനില്ല. നമുക്ക് ഷോർട്ടായിട്ട് എഴുതാൻ പറ്റൂലേ? ഞാൻ ആദ്യം എഴുതാം, എന്നിട്ട് എന്താണെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ,
നമ്പർ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു 10 അക്ക നമ്പർ കിട്ടി. 2, 4, 6, 8, 10. ഒരു 10 അക്ക നമ്പർ 9 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റാൻഡം നമ്പർ നമുക്ക് കിട്ടി. ഇവിടെ ഞാൻ എന്താ എഴുതിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ എലമെൻ്റ് ഞാൻ എടുക്കാം. എന്നിട്ട് കണ്ടോ, ഈ ഒരു നമ്പറാണ് ഇവിടെ വേണ്ടത്. അതാണിത്. അതായത് 10⁻⁹ എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ ഒരു നമ്പറാണ്. ആ നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം ഈ ഒരു നമ്പർ കിട്ടി. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പം 10⁻10 ആയി. അപ്പോൾ ഒരു 0 കൂടി, ഇതിൻ്റെ കൂടെ ഒരു 0 കൂടി ആഡ് ചെയ്തൊരു നമ്പർ കിട്ടി. അതിൽ നിന്ന് 1 കുറച്ചപ്പം ഈ ഒരു നമ്പർ കിട്ടി, 9, 9, 9, 9 എന്നത്. ഞാനെനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ബേസിക്കലി ചെയ്ത് ഈ 2 നമ്പർ ഷോർട്ടായിട്ട് എഴുതിയെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് റാൻഡം ആയിട്ടൊരു നമ്പർ, ഫോൺ നമ്പർ കിട്ടി. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. random.rand യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഇവിടെ ഞാൻ 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു, നെയിം, ഏജ്, നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ ലിസ്റ്റ് 3 അല്ല ഇനി. ഓക്കെ, ലിസ്റ്റ് 3 = നെയിം, ഏജ്, നമ്പർ. പ്രിൻ്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് 3 ആണോ, പേര് വന്നു, നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലെ ഡാറ്റ വന്നു, ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലെ ഡാറ്റ വന്നു, നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിലെ ഡാറ്റ വന്നു. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കേണ്ടതാണ്.